പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് മെയ് 13 ബുധൻ. അപ്പസ്തോല പ്രവൃത്തികൾ 6-ാം അധ്യായം 15-ാമത്തെ വാക്യം. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. നാം ഇന്ന് വായിച്ചതായ ഈ വചനത്തിൽ വലിയ ഒരു ആത്മീയ സത്യം അടങ്ങിയിരിക്കും. ഒരു മനുഷ്യൻ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഉള്ള സമാധാനവും വിശുദ്ധിയും അവൻ്റെ പുറം ജീവിതത്തിലും പ്രതിഫലിക്കും എന്നതാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തെഫാനോസ് ഒരു സാധാരണ ശുശ്രൂഷകനായിരുന്നു. അവൻ വലിയ സ്ഥാനമോ അധികാരമോ ഇല്ലാത്തവനായിരുന്നു. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രത്യേകതയുണ്ടായിരുന്നു. അവൻ വിശ്വാസത്തിലും പരിശുദ്ധാത്മാവിലും നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. അവൻ ദൈവത്തോടടുത്ത് നടന്നവനായിരുന്നു. അതുകൊണ്ടാണ് അവനെതിരെ വ്യാജ സാക്ഷികൾ എഴുന്നേറ്റപ്പോഴും കുറ്റാരോപണങ്ങൾ വന്നപ്പോഴും അവൻ്റെ മുഖത്ത് ഭയമോ കോപമോ ആശയക്കുഴപ്പമോ കാണുന്നില്ല. പകരം ദൈവിക സമാധാനവും ദൈവമഹത്വവും എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇന്നും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. നാം ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് യേശുവിനെ കാണിക്കുന്നതാകണം. ലോകം വിശ്വാസികളുടെ ജീവിതമാണ് ആദ്യം വായിക്കുന്നത്. നമ്മുടെ സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, ക്ഷമയിൽ, സ്നേഹത്തിൽ, സഹനത്തിൽ ഒക്കെ ആളുകൾ ക്രിസ്തുവിനെ കാണുവാൻ ഇടയായിത്തീരണം. സ്തെഫാനോസിന്റെ മുഖം ദൂതന്റെ മുഖം പോലെ ആയത് സന്തോഷ സമയത്തല്ല, എതിർപ്പിന്റെ സമയത്താണ്. അതാണ് ഈ വചനത്തിന്റെ ഏറ്റവും വലിയ ശക്തി. യഥാർത്ഥ ആത്മീയത പ്രശ്നങ്ങളില്ലാത്ത സമയത്ത് മാത്രമല്ല തെളിയുന്നത്, മറിച്ച് കഷ്ടതകളുടെ നടുവിലും കൂടെയാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം. നമ്മെ കുറ്റപ്പെടുത്തുന്നവർ ഉണ്ടാകാം. നാം നന്മ ചെയ്താൽ തിരിച്ചു കിട്ടുന്ന വിമർശനമാകാം. എന്നാൽ അത്തരം സമയങ്ങളിൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? കോപമോ പ്രതികാരമോ അതോ ദൈവിക സമാധാനമോ? സ്തെഫാനോസ് പഠിപ്പിക്കുന്നത് ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരാളെ സാഹചര്യങ്ങൾ കീഴടക്കാൻ കഴിയില്ല എന്നതാണ്. അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സമാധാനമുണ്ടാകും. മോശ സീനായി മലയിൽ ദൈവ സാന്നിധ്യത്തിൽ നിന്നിറങ്ങിയപ്പോൾ അവൻ്റെ മുഖം പ്രകാശിച്ചതുപോലെ സ്തെഫാനോസിൻ്റെ മുഖം ദൈവമഹത്വം കൊണ്ട് പ്രകാശിച്ചു. ഇന്ന് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. നമ്മുടെ മുഖം എന്താണ് പ്രതിഫലിപ്പിക്കുന്നത്? ദൈവിക സമാധാനമോ ലോകത്തിൻ്റെ ഭയമോ? നമ്മുടെ ഹൃദയം ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ അത് നമ്മുടെ വാക്കുകളിലും ജീവിത രീതിയിലും പ്രതിഫലിക്കും. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിതം ഇരുട്ടിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദിനവും ദൈവസാന്നിധ്യത്തിൽ സമയം ചെലവഴിക്കാം. പ്രാർത്ഥനയിലും വചനധ്യാനത്തിലുമായി ജീവിക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറയാം. അപ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകും. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകും. നമ്മുടെ സഭയിൽ ഐക്യം വരും. നമ്മുടെ സമൂഹത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രകടമാകും. ഇന്ന് ഈ സന്ദേശത്തിലൂടെ നമുക്ക് ഒരു ആത്മീയ തീരുമാനമെടുക്കാം. കർത്താവേ, എൻ്റെ ജീവിതം നിന്റെ മഹത്വം പ്രതിഫലിപ്പിക്കുന്നതാകട്ടെ. സ്തെഫാനോസിനെ പോലെ എതിർപ്പിൻ്റെ നടുവിലും വിശ്വാസത്തോടെ നിൽക്കുന്നവൻ ഇടയായിത്തീരണം. ദൈവസാന്നിധ്യം നിറഞ്ഞ ജീവിതം ദൈവമഹത്വം പ്രതിഫലിപ്പിക്കുന്ന മുഖമായി മാറട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, സ്തെഫാനോസിൻ്റെ ജീവിതം പോലെ ഞങ്ങളുടെ ജീവിതം നിന്റെ മഹത്വം പ്രതിഫലിപ്പിക്കുന്നതാകണമേ. പരീക്ഷണങ്ങളുടെയും എതിർപ്പുകളുടെയും നടുവിൽ പോലും സമാധാനത്തോടും വിശ്വാസത്തോടും ഉറച്ചു നിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും യേശുവിനെ മറ്റുള്ളവർ കാണുവാൻ ഇടയായി തീരണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.